Hi friends, once again welcome back to our class. Today we are going to discuss the concept of linked list. The concept of linked list. Okay, this is the third chapter of plus 2 computer science students. Before discussing linked list, first we have to discuss the disadvantage of array. അറേൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അറേ എന്തായിരുന്നു നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് അറേ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ഓഫ് സെയിം ടൈപ്പ്. ഹിയർ ഇറ്റ് ഈസ് എ സൈസ് ഓഫ് ഇറ്റ് ഈസ് എൻ അറേ ഓഫ് സൈസ് 6. ശരിയല്ലേ? Suppose it is an integer array. It is an array of size 6. Okay, that is the first location is a of 0, and second location is a of 1, third location is a of 2, a of 3, a of 4, and a of 5. Okay, so here what is the disadvantage of using array? Okay, here it is an example for static memory allocation. That is, here we are allocating memory during the compilation time. During the compilation time, that is, we are allocating a block of memory. Okay, here it is 6. Suppose you want to, while running the program, suppose you want to store 10 numbers. Program run ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം വിചാരിച്ചോ. അപ്പോൾ ഇതിൽ സ്പേസ് ഉണ്ടോ? ഇല്ല. കാരണം എത്രയേ ഉള്ളൂ? 6 ലൊക്കേഷനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ, there is no sufficient space. There is no sufficient space to store four more numbers in the array. Okay, അതുപോലെ തന്നെ എന്താ, നമ്മൾ 6 array സൈസിൽ ഡിക്ലെയർ ചെയ്തു. You are storing only 2 numbers. Okay, so the remaining 4 elements are 4 locations are wastage. Clear അല്ലേ? ഓക്കെ, ഒരു പർട്ടിക്കുലർ സൈസുള്ള മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്താൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ഡാറ്റ ഐറ്റംസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, എത്രയാണോ അലോക്കേറ്റ് ചെയ്ത് അത്രയും നമ്പർ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, നമ്മൾ 6 ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്തു. പക്ഷെ 2 ലൊക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. ബാക്കി 4 ലൊക്കേഷൻ എന്തായി? വേസ്റ്റേജ് ആയി. ഓക്കെ, ദിസ് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് അറേ. ഓക്കെ, അപ്പൊ എപ്പോഴാ പിന്നെ ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എപ്പോഴാ നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. എന്താ, വെൻ ദ എമൗണ്ട് ഓഫ് മെമ്മറി ടു ബി അലോക്കേറ്റഡ് ഇസ് നോൺ ഇൻ അഡ്വാൻസ്. നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാം. ആ സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അറേ ഡിക്ലറേഷനും അതുപോലെ തന്നെ നോർമൽ വേരിയബിൾ ഡിക്ലറേഷനൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു നമ്പറെ സ്റ്റോർ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മതി. ഒരു ഇൻഡിജർ നമ്പറെ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താ, ഒരൊറ്റ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മതി. അതിൽ 10 എണ്ണം സ്റ്റോർ ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അലോക്കേറ്റ് അറേ ഓഫ് സൈസ് 10 അല്ലെങ്കിൽ ഓഫ് സൈസ് 6 എത്ര വെച്ചാൽ അലോക്കേറ്റ് ചെയ്യും. ഇതിൽ ഇനി വൺ മോർ ഡിസഡ്വാൻറ്റേജ് ഫോർ 10, 20, 30, 40. സപ്പോസ് the array contains 4 data items 10, 20, 30, 40. Okay, suppose I want to insert a data item അല്ലെങ്കിൽ a number. Okay, that is 15 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യണം? I want to insert in between 10 and 20. What we have to do? എന്ത് ചെയ്യണം? 10ന്റെ 20ന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? 15 എന്ന് പറയുന്ന 15 എന്ന നമ്പർ എന്ത് ചെയ്യണം? ഇവിടെ സ്റ്റോർ ചെയ്യണം. 10ന്റെ 20ന്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഇവിടെ there is no space. അപ്പൊ എന്ത് ചെയ്യണം? You have to shift the numbers. ഇപ്പോൾ 40 എന്താക്കണം? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 40 എന്താവും? ഇങ്ങോട്ട് പോകും. അതുപോലെ 30 എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം.
അതുപോലെ പിന്നെ എന്ത് ചെയ്യണം, ഈ 20നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ശരിയല്ലേ? അല്ലെ? ഒരു ബെഞ്ചിലെ ഇടയിൽ ഒരു കുട്ടിനെ കയറ്റി ഇരുത്തുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ അപ്പുറത്തുള്ള കുട്ടികളെ മൊത്തം എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം, അങ്ങോട്ട് നീക്കി ഇരുത്തണം. അതുപോലെ തന്നെ അപ്പൊ ഇനി ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് 15. ഓക്കെ, അപ്പൊ ഇവിടെ ഷിഫ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ 20 ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ച്, ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒന്ന് എന്ത് ചെയ്യണം, ഒരു പുതിയൊരു ഡാറ്റ ഐറ്റം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒന്ന് അറേയിൽ സ്പേസ് ഉണ്ടായിരിക്കണം. അറേയിൽ എന്ത് ചെയ്യണം, ആ ഒരു ഡാറ്റ ഐറ്റത്തിന് ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, എവിടെയാണോ ഇൻസേർട്ട് ചെയ്യുന്നത് ആ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വരുന്ന എല്ലാ എലമെന്റുകളും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യണം, ഒന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ എന്താ അറേയിൽ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലോ, ഇപ്പൊ 20 എന്ന് പറയുന്ന നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്തു, ഇത് വേണ്ട. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ബ്ലാങ്ക് ആക്കി ഇടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് അതിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. യു ഹാവ് ടു ഷിഫ്റ്റ് ടു ഹിയർ. അപ്പൊ ഇതിനെന്ത് ചെയ്യണം, ഇവിടെ 30 ആക്കണം. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങോട്ടാക്കണം, 40 ആക്കണം. ശരിയല്ലേ? ദാറ്റ് ഈസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഡിലീറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞ് വരുന്ന നമ്പറുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് അത്ര ഒരു ഈസി ഒരു പ്രോസസ്സിങ് അല്ല, ടൈം കൺസ്യൂമിങ് ആണ്. അത് അത്ര വലിയ നല്ലൊരു മെത്തേഡ് അല്ല. ഓക്കെ, ഇതും എന്താണ്, അറേ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുന്നേ അറേന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, മെമ്മറി വേസ്റ്റേജ്, അല്ലെങ്കിൽ മെമ്മറി തികയാതിരിക്കുക, മെമ്മറി ലാക്ക് ഓഫ് മെമ്മറി കൂടുതൽ വന്നാൽ നമുക്ക് മെമ്മറി തികയൂല, പിന്നെ അല്ലെങ്കിലോ മെമ്മറി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ, അതും എന്താണ്, ബുദ്ധിമുട്ടാണ്. ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ ഈസ് somewhat difficult in array. Okay, these are the two disadvantages of using array. ഇനി ഇവിടെ നമ്മളൊരു പുതിയ കൺസെപ്റ്റ് പറയാണ്, that is linked list. എന്താണ് linked list? Okay, in linked list we can allocate memory. We can allocate memory as and when required. That is, it is an example for dynamic memory allocation. It is an example for dynamic memory allocation. Okay, പിന്നെ നമ്മൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാൻ പോകാം. A linked list is a collection of nodes. A linked list is a collection of nodes. എന്താണ് പുതിയ വാക്കാണ് nodes. A linked list is a collection of nodes. Nodes എന്ന് പറഞ്ഞ് പേടിക്കണ്ട, it is a memory location. ഓക്കെ, ഈ നോട്ട്സിന്റെ പ്രത്യേകത എന്താ, വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 parts. This node consists of 2 parts. 2 പാർട്ട്. ഈ മെമ്മറി ലൊക്കേഷനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പിൽ ഈ ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ എന്ത് പറയുന്നത്, നോഡ് എന്ന് പറയുന്നത്. ദിസ് നോഡ് കണ്ടെയ്ൻസ് 2 parts. This node contains 2 parts. The first part is called data part. The first part is എന്താണ്, data part, which is used to store the information or data. For example, number ആണെങ്കിൽ എന്താ 10 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ ആ 10 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള ഭാഗമാണ് this, the first part. Okay, and the second part is called link part. The second part is called എന്താണ്, link part. Okay, in which we are storing the address of the next node. Clear അല്ലേ? Here this is another node. ഇതേ ടൈപ്പിലുള്ള വേറൊരു മെമ്മറി ലൊക്കേഷൻ ആണ് ഇത്. ഈ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്, ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ സപ്പോസ് ദ അഡ്രസ്
ഇപ്പോൾ എന്താണ്? Suppose the address of the first node is 1000 and the address of the second node is 2000. Okay, so the first node contains the first data item, that is 10 ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ. അപ്പൊ എന്താണ്? the first node contains the first data item. Okay, and the second part or the link part of the first node contains the address of the second node. Okay, here assume that the address of the second node is 2000, so that 2000 is stored here. So this node points to the first node, points to the second node. Okay, and the second node contains, that is the data part of the second node contains the second data item. The second data item, suppose the second data item is 20. Okay, ഇനി ഇതിൽ എന്തുണ്ടാവും? Here the link part or the second part of the second node or the link part of the second node contains the address of the next node. Suppose this is 3000. That 3000, that is the address of the third node, is stored here. അപ്പൊ സെക്കൻഡ് നോഡിൽ എന്താ? ഫസ്റ്റ് നോഡിൽ എന്താ? ഫസ്റ്റ് ഡാറ്റ ഐറ്റം. പിന്നെ എന്തുണ്ടാവും? അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ്. സെക്കൻഡ് നോഡിൽ എന്താ? ദ second data item, data part contains the second data item and the address part contains or the data link part contains the address of the third node. So this node points to this node. Okay, and the third node contains the third data item. Suppose this is 30. Okay, if it is the last node, ഇപ്പൊ ഇനി നോഡുകളൊന്നും ഇല്ല, ഇനി ഇതില് ഡാറ്റകളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യാനുള്ള നോഡ് ഇല്ല. സപ്പോസ് ദിസ് ഇസ് ദ ലാസ്റ്റ് നോഡ്, then what will happen? The link part of the last node contains null to indicate the end of the list. അപ്പൊ ഇനി ഇതിലൊന്നുമില്ല. ഇനി വേറെ നോഡ് ഉണ്ടാകുമ്പോ എന്താ? ആ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നോഡിന്റെ അഡ്രസ് എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ അപ്പൊ എന്തായി? നോഡായി. ക്ലിയർ അല്ലേ? Okay, so this is the concept of linked list. Okay, ഇനി നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം വേണം. സ്റ്റാർട്ടിംഗ് നോഡ്, ശരിയല്ലേ? ഇറ്റ് ഈസ് എന്താ? സപ്പോസ് ദിസ് ഈസ് സ്റ്റാർട്ട്. ഇറ്റ് ഈസ് എ പോയിന്റർ വേരിയബിൾ. ഇവിടെ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യേണ്ടത്? 1000 ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. 1000 എന്ന് പറയുന്നത് എന്താണ്? ഒരു നോഡിന്റെ അഡ്രസ് ആണ്. അപ്പൊ ആ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള പോയിന്റർ വേരിയബിൾ ആണ് എന്ത്? സ്റ്റാർട്ട്. എന്ത് ടൈപ്പ്? നോഡല്ല. സ്റ്റാർട്ട് എന്താ? നോഡ് ടൈപ്പിലുള്ള മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പോയിന്റർ വേരിയബിൾ ആണ് എന്ത്? സ്റ്റാർട്ട്. So suppose start points to the first node. So this is the concept of a linked list. ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല. മെമ്മറിന്റെ പല ഭാഗങ്ങളിലാണ് ഓരോ നോഡും നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാ നോഡിനും നമ്മൾ എന്തുണ്ട്? ആ നോഡിന്റെ അല്ലെങ്കിൽ ആ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു സിമ്പിൾ കൺസെപ്റ്റ്. അപ്പൊ എന്താ? എ ലിങ്ക്ഡ് ലിസ്റ്റ് is a collection of nodes. A linked list is a collection of nodes in which each node contains at least 2 items. ഇതിൽ ഡാറ്റ പാർട്ടിൽ നമുക്ക് എന്താ? ഇവിടെ നമ്പറിന് പകരം എന്താ? റോൾ നമ്പർ, നെയിം, ഏജ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കൂട്ടാം. അപ്പൊ ഇവിടെ മിനിമം എന്ത് വേണം? അറ്റ്ലീസ്റ്റ് 2
എലമെന്റ്സ് വേണം. എന്തൊക്കെ? ഒന്ന് ഡാറ്റയും മറ്റേത് എന്താണ്? അഡ്രസ്. അടുത്ത നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള ലിങ്ക് പാർട്ടായിട്ടുള്ള രണ്ട് എന്താ പാർട്ട് ഉണ്ട്. അപ്പൊ എ ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് എ കളക്ഷൻ ഓഫ് നോഡ്സ് ഇൻ വിച്ച് ഈച്ച് നോഡ് കണ്ടെയ്ൻസ് ടു പാർട്സ്. ഈച്ച് നോഡ് കണ്ടെയ്ൻസ് ടു പാർട്സ്. The first part is the data part, which is used to store the data, and the second part is called link part, which is used to store the address of the next node. Okay, so the first node contains the first data item and the address of the second node. The second node contains the second data item and the address of the third node. Okay, and the third node, if the third node is the last node, then it contains the last data item. In the data part, it contains the last data item, and in the link part നമുക്ക് എന്താ സ്റ്റോർ ചെയ്യാൻ അഡ്രസ് ഇല്ല. അപ്പൊ എന്താ? The link part contains null. Null എന്ന് പറഞ്ഞാൽ എന്താ? There is no more nodes. This is the concept of linked list. And എന്താ? Start is a pointer variable. Start or header. The header എന്നും പറയും. Start or header. It is a pointer variable. പോയിന്റർ വേരിയബിൾ ആവില്ലേ? കാരണം എന്താ? ഈ നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനാ. ഈ നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള ഈ ഒരു പോയിന്റർ വേരിയബിൾ മാത്രം. ഇവിടെ നമ്മൾ എന്തില്ല? ഡാറ്റ ഇല്ല, രണ്ട് ഭാഗമല്ല, ഒരൊറ്റ പോയിന്റർ വേരിയബിൾ മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. ഇപ്പൊ ഇതാണ് നമ്മളെ കയ്യിലുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഇൻ ദിസ് ലിങ്ക്ഡ് ലിസ്റ്റ് ദർ ആർ 3 നോഡ്സ്. ശരിയല്ലേ? 3 നോഡ്സ് ഉണ്ട്. ഓരോ നോഡിന്റെയും അഡ്രസ് നമ്മൾക്ക് അറിയാം. 1000, 2000, 3000. ഇതാണ് 3 നോഡിന്റെ അഡ്രസ്. 1000 എന്ന് പറയുന്ന നോഡിന്റെ അഡ്രസ് സ്റ്റാർട്ടിലുണ്ട്. സെക്കൻഡ് നോഡിന്റെ അഡ്രസ് ഫസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ടിലുണ്ട്. തേർഡ് നോഡിന്റെ അഡ്രസ് സെക്കൻഡ് നോഡിന്റെ ലിങ്ക് പാർട്ടിലുണ്ട്. ക്ലിയർ അല്ലേ? നമ്മൾ അറേ പറഞ്ഞിരുന്നു എന്താ? അറേയില് ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ is somewhat difficult പറഞ്ഞിരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഡെലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന എലമെന്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഈ ലിങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് നമുക്കൊരു ഇൻസേർഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇൻസേർഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലിങ്ക് ലിസ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് എന്ന് പറയാൻ നമ്മളൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോ ആരേല് പറഞ്ഞതുപോലെ തന്നെ, സപ്പോസ് ഐ വാണ്ട് ടു ഇൻസേർട്ട് 15. ഐ വാണ്ട് ടു ഇൻസേർട്ട് ദ നമ്പർ 15 ഇൻ ബിറ്റ്വീൻ 10 and 20. 10ന്റെയും 20ന്റെയും ഇടയിലുള്ള ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 15 ഇൻസേർട്ട് ചെയ്യണം. ഇതിലുള്ള നമ്പേഴ്സ് ഏതൊക്കെ? 10, 20, 30. ഓക്കെ, ഈ 10ന്റെയും 20ന്റെയും ഇടയിൽ എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു ഇൻസേർട്ട് ദ നമ്പർ 15. എന്ത് ചെയ്യണം? ഒന്ന് എന്ത് ചെയ്യണം? ഇതുപോലുള്ള ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാം. ആ നോഡിന്റെ ഡാറ്റ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? 15 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 15 സ്റ്റോർ ചെയ്ത ഈ നോഡിനെ ഇതിന്റെ ഇടയിലോട്ട് ഇട്ടുകൊടുത്താൽ മതി. പോരെ? അതെങ്ങനെ ചെയ്യാ? 15 എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് വരുന്ന നോഡ്. ഓക്കെ, ഈ നോഡിന്റെ അഡ്രസ് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇട്ടു കൊടുക്കാം. ശരിയല്ലേ? അപ്പൊ ഈ നോഡ് ഇങ്ങനെ കൊളത്തി ഇതിനെ. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ടല്ല. ഇനി എന്ത് ചെയ്യണം? ഇതിനെടുത്ത് ഇതിനെ പോയിന്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെടുത്ത് ഇതിനെ പോയിന്റ് ചെയ്യണം. സപ്പോസ് ഇതിന്റെ നോഡ് അഡ്രസ് 4000 വിചാരിച്ചോ. സപ്പോസ് ദ അഡ്രസ് ഓഫ് ദ ന്യൂലി ക്രിയേറ്റഡ് നോഡ് ഈസ് 4000. ഓക്കെ, ദിസ് 4000, ദാറ്റ് ഈസ് ദിസ് അഡ്രസ് വി ഹാവ് ടു സ്റ്റോർ എവിടെയാ? വി ഹാവ് ടു സ്റ്റോർ ഇൻ ദ പ്രീവിയസ് നോഡ്, ഇവിടെ. അപ്പൊ എന്ത് ചെയ്യണം? എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? അതിന്റെ മുന്നേ ഉള്ള നോഡിന്റെ ലിങ്ക് പാർട്ടിൽ. അപ്പൊ ഇത് എന്താക്കിയാൽ മതി? 4000 ആക്കിയാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ എന്തായി? 10 കഴിഞ്ഞു. 10 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ടിൽ എന്താ ഉള്ളത്? ഇപ്പൊ എന്തായി? പുതിയ നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്തു.
15. ഈ നോഡിന്റെ അഡ്രസ്സിൽ എന്ത് ചെയ്തു, പഴയ ഈ 20ന്റെ അഡ്രസ്സും സ്റ്റോർ ചെയ്തു. ഇപ്പൊ എന്തായി, ഇപ്പൊ 10 കഴിഞ്ഞ് ഇവിടെ 4000 ആകുമ്പോൾ എന്താ 15, 4000 ഡാറ്റ ഐറ്റം 15, പിന്നെ എന്താ 15 പിന്നെ ലിങ്ക് പാർട്ടിൽ എന്താ ഉള്ളത് 2000 ഡാറ്റ ഐറ്റം എന്താ 20. അപ്പൊ 10, 15, 20, 30 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം, ഇടയിലും ഇൻസേർട്ട് ചെയ്യാം. 3 ഭാഗത്ത് ഇൻസേർട്ട് ചെയ്യാം. 3 ഭാഗത്തും 3 ടൈപ്പാ. ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 4000 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതിന്റെ ലിങ്ക് പാർട്ട് എന്താക്കുക, നള്ളാക്കുക. അപ്പൊ ലാസ്റ്റ് ഇൻസേർട്ടായി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെയാണെങ്കിലോ ഈ 4000 എടുത്തിട്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ടിലുള്ള ഈ അഡ്രസ്സിന് എന്ത് ചെയ്യണം, ഇവിടെ ഇട്ട് കൊടുക്കണം. ഈ അഡ്രസ്സിന് എന്ത് ചെയ്യണം, സ്റ്റാർട്ടിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇപ്പോ ഇതിന്ന് മനസ്സിലായത് എന്താ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നോഡുകളെ ഷിഫ്റ്റ് ചെയ്തോ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പൊ ഇവിടെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നോഡുകളെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു നോഡുകളെ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വി ഹാവ് ഇൻസേർട്ടഡ് ദ ന്യൂ ഡാറ്റ ഐറ്റം 15 ഇൻ ബിറ്റ്വീൻ 10 and 20. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ അറയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്താ ഒരു നോഡ് ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ ഈ 15 എന്ന് പറയുന്ന നമ്പർ ഡിലീറ്റ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി, ഈ നോഡിന്റെ ഈ അഡ്രസ് അല്ലെ, ഇതാണ് ഇതിലുള്ളത്. ഈ അഡ്രസ് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് ഏതിനെയാണോ പോയിന്റ് ചെയ്യുന്നത് അതിന്റെ അഡ്രസ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ 2000 ഇത് പോയിന്റ് ചെയ്യുന്ന ഈ 2000 ഈ അഡ്രസ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതെന്തായി, നേരെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്തു. ഇതിനെന്ത് ചെയ്യുക, ഫ്രീ ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ദാറ്റ്സ് ആൾ. ഇപ്പൊ എന്തെങ്കിലും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ല. മനസ്സിലാവുന്നില്ലേ? അപ്പോ അരയില് ചെയ്യുന്ന ഇൻസേഷനേക്കാളും ഡെലീഷനേക്കാളും എളുപ്പത്തിൽ ഒരു ഷിഫ്റ്റിങ്ങും ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക്ഡ് ലിസ്റ്റിൽ പുതിയ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് എന്താ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി ഓപ്പറേഷൻസ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ. ഫസ്റ്റ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്രിയേഷൻ ആണ്, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്താ, ഡിഫൈൻ എ സ്യൂട്ടബിൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. എന്താ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ? എന്തായിരുന്നു സ്ട്രക്ട് എന്താണ്, നോഡ്, പിന്നെന്താ ഇൻഡിജർ, എന്താ ഡാറ്റ, ദെൻ എന്താ നോഡ് സ്റ്റാർ ലിങ്ക്. ഓർക്കണല്ലേ? ഇങ്ങനത്തെ ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് എന്നുള്ള പോയിന്റർ വേരിയബിൾ ഏതാ, നോഡ് എന്താണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അപ്പൊ ഇതാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് എന്താക്കി വെക്കുക, നൾ ആക്കി വെക്കുക. ഫസ്റ്റ് initialize the pointer variable start as null to indicate that the linked list is empty. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുക. ഓക്കെ, we are creating a node of this type. That is, ഈ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, അതിൽ 2 പാർട്ട് ഉണ്ടാവും. ഒന്ന് ഡാറ്റ പാർട്ട്, മറ്റേത് എന്താണ്, ലിങ്ക് പാർട്ട്. Okay, suppose here we are creating this node using dynamic memory allocation method. എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തഡ്. അപ്പൊ നമ്മളിപ്പോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ന്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ which will return the address of this memory location. Suppose the address of this memory location is 1000 ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ 1000 പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ നോഡിന്റെ അഡ്രസ് എവിടെ ഇട്ട് കൊടുക്കണം, സ്റ്റാർട്ടിൽ ഇട്ട് കൊടുക്കണം. അപ്പോ now start points to the first node. ക്ലിയർ അല്ലേ? ദെൻ എന്താ, ഈ ഫസ്റ്റ് നോഡിന്റെ ഡാറ്റ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ സ്റ്റോർ ചെയ്തു. സപ്പോസ് ഇറ്റ് ഇസ് 10. അപ്പൊ സ്റ്റാർട്ട് പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ ഡാറ്റ പാർട്ടിൽ എന്ത് സ്റ്റോർ ചെയ്തു, 10 സ്റ്റോർ ചെയ്തു. ഇനി ഇതിന്റെ ഈ ലിങ്ക് പാർട്ട് എന്താക്കുക, നള്ളാക്കി. അപ്പൊ എന്താ, ഇനി നോഡ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യണം. അഗൈൻ എന്താ, നെക്സ്റ്റ് സ്റ്റെപ്പ്
again ഇനിയും നോഡ് ക്രിയേറ്റ് നമ്മൾ പ്രോഗ്രാം ഇംപ്ലിമെന്റ് നോഡ് ക്രിയേറ്റ് ചെയ്യണോ ചോദിക്കും. അപ്പൊ യെസ് എന്ന് കൊടുത്താൽ എന്താ, again we are creating a new node. Suppose the address is 2000. ഇത് എന്താ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡിൽ എന്ത് ചെയ്തു, അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്തു. ഈ അഡ്രസ് എന്ത് ചെയ്യണം, ഇതിലിട്ട് കൊടുക്കണം. അപ്പൊ ഇത് ഇവിടെ എന്ത് ചെയ്യണം, 2000. That is now this node points to this. ഇതിന്റെ ഡാറ്റ പാർട്ടിൽ എന്താ, അടുത്ത ഡാറ്റ ഐറ്റം 20 and link part set as null. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്തു. സപ്പോസ് the address of this node is 3000. ഈ 3000 എവിടെ ഇട്ട് കൊടുക്കണം, ഇവിടെ ഇട്ട് കൊടുക്കണം. It is 3000. That is now this node points to this node. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു 30 നമ്പർ സ്റ്റോർ ചെയ്തു. ഇതെന്താക്കുക, നള്ളാക്കുക. ക്ലിയർ അല്ലേ? ഇങ്ങനെ റിപ്പീറ്റഡ് ഓപ്പറേഷൻ ആണ് ഏത്, ക്രിയേഷൻ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ക്രിയേഷൻ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പൊ എന്ത് ചെയ്തു, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക, സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, സ്റ്റാർട്ട് ആദ്യം എന്താക്കുക, നള്ളാക്കുക. ഓക്കെ, ടു സ്പെസിഫൈ ദ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എംപ്റ്റി. ലിങ്ക് ലിസ്റ്റിലേക്ക് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ആ നോഡിന്റെ അഡ്രസ് എന്തിലിട്ട് കൊടുത്തു, അത് ഫസ്റ്റ് നോഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്തു, ഫസ്റ്റ് നോഡ് ആണെങ്കിൽ അതിന്റെ അഡ്രസ് എന്ത് ചെയ്തു, സ്റ്റാർട്ടിലിട്ട് കൊടുത്തു. അതിന്റെ ലിങ്ക് പാർട്ട് നള്ളാക്കി. അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, അതിന്റെ അഡ്രസ് ഫസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ടിൽ കൊടുത്തു. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിന്റെ ലിങ്ക് പാർട്ട് എന്താക്കുക, നള്ളാക്കുക. അങ്ങനെ പോകും. ദാറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി എൻ്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അൽഗോരിതം കൂടെ പറഞ്ഞാൽ അത് തീരും. ഓക്കെ, ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ക്രിയേഷൻ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ക്രിയേഷൻ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. എങ്ങനെ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെ? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്, ഡിഫൈൻ എ സ്യൂട്ടബിൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. എന്താണ്, ഡിഫൈൻ എ സ്യൂട്ടബിൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ശരിയല്ലേ? അതായത് നമ്മൾ ഏത് പറഞ്ഞത്, സ്ട്രക്ട് നോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. നമ്മളിതിന് മുന്നേ പറഞ്ഞിരുന്നു. സ്ട്രക്ട് നോഡ്, ഇൻഡ് ഡാറ്റ, നോഡ് സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റെപ്പ് നമ്പർ 2, ഫസ്റ്റ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഡിക്ലെയർ എ പോയിന്റർ വേരിയബിൾ. ഡിക്ലെയർ എ പോയിന്റർ വേരിയബിൾ. ഡിക്ലെയർ എ പോയിന്റർ വേരിയബിൾ. ഏതാ പോയിന്റർ വേരിയബിൾ? സ്റ്റാർട്ട്. ഡിക്ലെയർ എ പോയിന്റർ വേരിയബിൾ സ്റ്റാർട്ട് ഓഫ് ദിസ് ടൈപ്പ്. ഏതാ? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിന്റെ ടൈപ്പിലുള്ള ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, സ്റ്റാർട്ട്. ആൻഡ് ഇനീഷ്യലൈസ്. ആൻഡ് എന്താ, ഇനീഷ്യലൈസ് എന്താ, സ്റ്റാർട്ട് ആസ് നൾ. എന്തിനാ ടു ഇൻഡിക്കേറ്റ് the list is empty. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് തന്നെ എന്താ, സ്റ്റാർട്ട് എന്തായിരിക്കും, ഇനീഷ്യലി സ്റ്റാർട്ട് എന്തായിരിക്കും, നള്ളായിരിക്കും. ഇനീഷ്യലി എന്തായിരിക്കും, സ്റ്റാർട്ട് എന്തായിരിക്കും, നള്ളായിരിക്കും. അതിന്റെ അർത്ഥം എന്താ, ലിങ്ക്ഡ് ലിസ്റ്റ് ഇല്ല. ഇപ്പൊ ഒരു നോഡും ഇല്ല. ലിസ്റ്റ് ഈസ് എംപ്റ്റി. ലിസ്റ്റ് എംപ്റ്റി ആണ് എന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാർട്ടിൽ നൾ വാല്യൂ കൊടുത്താൽ. ഏതെങ്കിലും നോഡ് ക്രിയേറ്റ് ചെയ്താൽ ആ നോഡിന്റെ അഡ്രസ് എവിടെ ഉണ്ടാവും, സ്റ്റാർട്ടിൽ ഉണ്ടാവും. ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് എവിടെ ഉണ്ടാവും, സ്റ്റാർട്ടിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോ എന്ത് ചെയ്തു, ഫസ്റ്റ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ആ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിന്റെ ആ നോഡ് ടൈപ്പിലുള്ള ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, which is start. Okay, and initialize that start with null value to indicate that the list is empty. Okay, now the third step. ഇനി എന്ത് ചെയ്യണം, ക്രിയേറ്റ്
എ നോഡ്. ഇപ്പൊ ഒന്നുമില്ല, ഇനി എന്ത് ചെയ്യണം? ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. ഇനി നമ്മൾ എന്താ ഈ സ്ട്രക്ചർ ടൈപ്പിലുള്ള ഈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ടൈപ്പിലുള്ള ഒരു മെമ്മറി എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? യൂസിങ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡ്. നമ്മൾ റണ്ണിങ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഈ നോഡിന്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. Okay, in C++ we are allocating we are using new operator. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല, അൽഗോരിതം മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ക്രിയേറ്റ് എ നോഡ് അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ക്രിയേറ്റ് എ നോഡ് യൂസിങ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡ്. മെമ്മറി അലോക്കേഷൻ മെത്തേഡ്. ഓക്കെ, ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് എന്താ ചെയ്യുക? ഇത് റിട്ടേൺ ചെയ്യുന്നത് അഡ്രസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ അഡ്രസ് ആണ് റിട്ടേൺ ചെയ്യുക. ഈ അഡ്രസ് എവിടെ സ്റ്റോർ ചെയ്യണം? സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്യണം. ആൻഡ് സ്റ്റോർ ദ അഡ്രസ് അല്ലേ? ആൻഡ് സ്റ്റോർ ദ അഡ്രസ് ഇൻ സ്റ്റാർട്ട്. അപ്പൊ എന്ത് സംഭവിക്കും? പുതുതായിട്ട് അലോക്കേറ്റ് ചെയ്ത ഈ മെമ്മറി ലൊക്കേഷൻ, നോഡ് ടൈപ്പിലുള്ള ഈ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് എവിടെ സ്റ്റോർ ചെയ്തു? സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്തു. സോ സ്റ്റാർട്ട് പോയിന്റ്സ് ടു ദിസ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഈ നോഡിന്റെ ഡാറ്റ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാ? ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 4. ഓക്കെ, അപ്പോ സ്റ്റോർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതെന്താക്കുക? നള്ളാക്കുക. ഇനി അടുത്തത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? അപ്പോ ഇതിന്റെ ഇനി എന്താ? സ്റ്റെപ്പ് 4 എന്താ? സ്റ്റോർ ദ ഡാറ്റ പാർട്ട്. Store the data item, for example number 10, in the data part of the first node. I'll store it. Then എന്ത് ചെയ്യണം? You have to set the link part of the first node as null. കാരണം എന്താ? ഇനി നോഡില്ല, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? Again you are creating another memory location of this type and store the address of the newly created node in the link part of the first node. ഇതിൽ ഇട്ട് കൊടുക്കുക. അതങ്ങനെ അതിന്റെ റിപ്പീറ്റഡ് ഓപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ക്രിയേഷൻ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി ട്രാവേഴ്സിംഗ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. The traversing means എന്താണ്? Visiting all the nodes, visiting all the elements in the linked list. ആദ്യം മുതൽ തുടങ്ങി അവസാനം വരെ, അവസാനത്തെ നോഡ് വരെ എന്ത് ചെയ്യാണ്? ഓരോ നോഡും വിസിറ്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത് പറയുന്നത്? ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, നമ്മളെ കയ്യിലുണ്ട്, നമുക്കറിയാം. ഇതിൽ ഹിയർ ഇറ്റ് കണ്ടെയ്ൻസ് 3 nodes. It contains 3 nodes. The first node contains the data item 10, second node 20, and the third node contains the data item 30. Okay, the address of the first node is 1000, which is stored in start. Okay, അപ്പോൾ എങ്ങനെ ഇത് വിസിറ്റ് ചെയ്യാം? ഇത് വിസിറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ഇതാ. ഫസ്റ്റ് സ്റ്റാർട്ടിലുള്ള സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലുള്ള അഡ്രസ് എടുക്കുക. ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. അപ്പൊ ഈ അഡ്രസ് കിട്ടിയാൽ എന്താ? ഇതിന്ന് ഫസ്റ്റ് നോഡ് വിസിറ്റ് ചെയ്തു. ഈ ഫസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ടിന്ന് എന്ത് ചെയ്തു? ലിങ്ക് പാർട്ടിന് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് കിട്ടി. ഇത് വിസിറ്റ് ചെയ്തു. ഇതിന്റെ ലിങ്ക് പാർട്ടിന്ന് എന്ത് ചെയ്തു? നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് കിട്ടി, അത് വിസിറ്റ് ചെയ്തു. ഇത് എതുവരെ തുടരണം? എതുവരെ പോണം? അൺടിൽ ദ ലിങ്ക് പാർട്ട് ഓഫ് എ നോഡ് ഇസ് നൾ. കാരണം ഇവിടെ നള്ളായാൽ എന്തായി? പിന്നെ നോഡ് ഇല്ല. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ദ ട്രാവേഴ്സിംഗ് ഓപ്പറേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റർ വേരിയബിളിലുള്ള ഈ
അഡ്രസ് ഇതൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളെ കയ്യിൽ നിന്ന് പോവരുത്. നമ്മളെ കയ്യിൽ നിന്ന് ഇത് പോവരുത്. ഇത് പോയാൽ എന്തായി, ഈ ലിസ്റ്റ് പോയി. സോ ദിസ് സ്റ്റാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റാർട്ട്, ഈ 1000 എന്ന് പറയുന്ന ഈ ഒരു സാധനം പോയാൽ ഈ ലിസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോയി. കാരണം ഈ 1000ന്റെ ലിങ്ക് പാർട്ട് എന്നാണ് അടുത്തതിന്റെ അഡ്രസ്സ് കിട്ടുന്നത്, അതിന്നാണ് അടുത്തതിന്റെ അഡ്രസ്സ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ചങ്ങല പോലെ ഇങ്ങനെ കൊളത്തി 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 അങ്ങനെ വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 1 എന്താ? ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. എവിടുന്നാ കിട്ടുക? ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഫ്രം സ്റ്റാർട്ട്. ഫ്രം സ്റ്റാർട്ട്. ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ അനദർ പോയിന്റർ വേരിയബിൾ കാൾഡ് temp. temp എന്ന് പറയുന്ന വേറെ പോയിന്റർ വേരിയബിൾ. temp. temp എന്ന് പറയുന്നത് എന്താണ്? temp is a pointer variable which points to the current node. ഏതാണോ ഇപ്പോ വിസിറ്റ് ചെയ്യുന്ന നോഡ്, അതിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള പോയിന്റർ വേരിയബിൾ ആണ് എന്ത്? temp. ക്ലിയർ അല്ലേ? സ്റ്റാർട്ട് പോലെ തന്നെയുള്ള ഒരു പോയിന്റർ വേരിയബിൾ ആണ് എന്ത്? temp. ബട്ട് temp ആൾവേസ് പോയിന്റ്സ് ടു ദ കറന്റ് നോഡ്. ഏത് നോഡ്? ഇപ്പൊ ഫസ്റ്റ് നോഡ്. ഇപ്പൊ ഫസ്റ്റ് ടെമ്പിൽ ഏതാ സ്റ്റോർ ചെയ്യുക? 1000 സ്റ്റോർ ചെയ്തു. Okay, first the address which is stored in start, that is address of the first node is stored in temp. So temp points to this node. ശരിയല്ലേ? കാരണം നമ്മൾ ഈ സ്റ്റാർട്ടിന്റെ ഈ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. സ്റ്റാർട്ട് അവിടെ തന്നെ നിർത്തണം. സ്റ്റാർട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, സ്റ്റാർട്ടിൽ വേറെ ഈ ഒരു അഡ്രസ് സ്റ്റോർ ചെയ്താൽ ഇത് പോയി, ലിങ്ക് ലിസ്റ്റേ പോയി. Okay, so we are creating another pointer variable called temp to store the address of the current node. ഇപ്പൊ ഫസ്റ്റ് നോഡാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. കറന്റ് നോഡ് ഏതാ? ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് എവിടുന്ന് കിട്ടും? വിൽ ഗെറ്റ് ഫ്രം സ്റ്റാർട്ട്. അപ്പൊ temp equal to start എന്ന് കൊടുത്താൽ, temp equal to start എന്ന് കൊടുത്താൽ now temp points to the first node. ക്ലിയർ അല്ലേ? Okay, അപ്പോൾ that is the first step. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? Get the address of the first node from start and store it in temp. Which is a pointer variable which contains the address of the current node. In step number 2. Okay, step number 2, using the address stored in temp. Using the address stored in temp, get the data item in the first node. First node le data item retrieve cheya and store in val. എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ സ്റ്റാക്ക് ക്യൂ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡാറ്റ ഐറ്റത്തിനെ എവിടെ സ്റ്റോർ ചെയ്യുക? val എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നോഡിലെ ഡാറ്റ ഐറ്റം കിട്ടി, വാലിൽ കിട്ടി. Okay, and get the address, get the link part. ഈ ടെമ്പിന്റെ ഡാറ്റ ഇപ്പൊ കിട്ടി, 10 കിട്ടി. ഇനി ടെമ്പിന്റെ ലിങ്ക് പാർട്ടിൽ എന്തുണ്ടാവും? അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് ഉണ്ടാവും. അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് അത് ഏതിലേക്ക് സ്റ്റോർ ചെയ്യണം? ടെമ്പിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യണം. ഇത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ഇതിലോട്ട് പോവുകയാണ്. ഇതാണ് ഇനി അടുത്ത കറന്റ് നോഡ്. ഓക്കെ, അപ്പോ ടെമ്പില് ഇപ്പോഴുള്ള 1000 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള അതിന്റെ ലിങ്ക് പാർട്ടിലെ അഡ്രസ്, ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ്, ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടെമ്പ്. അപ്പൊ ടെമ്പില് ഇനി എന്ത് ചെയ്യണം? 2000 ആക്കി. അപ്പൊ ടെമ്പ് ഇനി എന്തായി? ഇത് പോയി. ടെമ്പ് ഇനി ഇതല്ല ആക്റ്റീവ് നോഡ്. ഇനി ഏതാ ആക്റ്റീവ് നോഡ്? ഇതാണ്. അപ്പൊ ഇനി നമ്മൾ എന്താ അടുത്ത നോഡ്? ഇനി ഇപ്പൊ ഫസ്റ്റ് നോഡ് കഴിഞ്ഞു. ഫസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ടിൽ എന്തുണ്ടാവും? അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ് ഉണ്ടാവും. ഈ അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡാണ് ഇനി എന്തിൽ സ്റ്റോർ ചെയ്യേണ്ടത്? ടെമ്പിൽ സ്റ്റോർ ചെയ്യേണ്ടത്. കാരണം എന്താ? ഇനി അടുത്ത കറന്റ് നോഡ് ഏതാ? ഇതാണ്. അപ്പൊ ഈ 2000 അതെവിടെയാണ്? ഈ ഫസ്റ്റ് നോഡിലുള്ള ലിങ്ക് പാർട്ടിലുള്ള അഡ്രസ് എന്ത് ചെയ്തു? ടെമ്പിൽ സ്റ്റോർ ചെയ്തു. സോ ടെമ്പ് പോയിന്റ്സ് ടു ദിസ് നോഡ്. നൗ ദിസ് ഈസ് ദ കറന്റ് നോഡ്.
ഓക്കെ, ഇനി എന്ത് ചെയ്തു? അപ്പോൾ അതിന്റെ ഡാറ്റ പാർട്ട് 20 ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ വാൽ. ഇനി ഇതിന്റെ ലിങ്ക് പാർട്ട്, ഈ 2000 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള നോഡിന്റെ ലിങ്ക് പാർട്ട് 3000. That 3000 is the address of the next node. ഇനി എന്താക്കണം? 3000 ആക്കി. That is, ഇതാണ് ഇനി അടുത്ത കറണ്ട് നോഡ്. അതിന്റെ ഡാറ്റ പാർട്ട് എന്താ? 30 which is stored in val. ആദ്യം 10 സ്റ്റോർ ചെയ്തു, പിന്നെ 20 സ്റ്റോർ ചെയ്തു, ഇനി എന്താ ഡാറ്റ പാർട്ട് ഏതാ? 30 സ്റ്റോർ ചെയ്തു. അതിന്റെ ലിങ്ക് പാർട്ടിൽ എന്താ ഉള്ളത്? അതിന്റെ ലിങ്ക് പാർട്ടിൽ എന്താ? നൾ. നൾ മീൻസ് എന്താണ്? ദ ലിസ്റ്റ് ഈസ് ഓവർ. ശരിയല്ലേ? ലിങ്ക്ഡ് ലിസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഇത് എതുവരെ? ടെമ്പിൽ നൾ ആകുന്നത് വരെ. അടുത്തത് ചെയ്യുമ്പോൾ ടെമ്പ് എന്താവും? നള്ളായാൽ എന്താ അർത്ഥം? ഈ നോഡിന്റെ ലിങ്ക് പാർട്ടിലുള്ള അഡ്രസ് ദാറ്റ് ഈസ് നൾ. അപ്പൊ അത് ടെമ്പിൽ സ്റ്റോർ ചെയ്താൽ എന്ത് സംഭവിച്ചു? ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് ഓവർ. ക്ലിയർ അല്ലേ? അപ്പൊ ദിസ് ഈസ് ദ ട്രാവേഴ്സിംഗ് ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ടെമ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിളിനെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഈ ടെമ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ എന്തിനാച്ചാൽ ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദ കറന്റ്ലി ആക്റ്റീവ് നോഡ്. കറന്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള പോയിന്റർ വേരിയബിൾ ആണ് എന്ത്? ടെമ്പ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഏതാ സ്റ്റോർ ചെയ്യുക? സ്റ്റാർട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ ടെമ്പ് ആദ്യം ഏതിനെ പോയിന്റ് ചെയ്യും? ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യും. അതിന്റെ ലിങ്ക് പാർട്ടിൽ നിന്ന് എന്ത് കിട്ടും? അടുത്ത നോഡിന്റെ അഡ്രസ്സ് കിട്ടും. അപ്പൊ ഈ അഡ്രസ്സ് ഏതിൽ? ടെമ്പിൽ പോയിന്റ് ചെയ്താൽ അടുത്ത നോഡിനെ പോയിന്റ് ചെയ്യും. അങ്ങനെ ഈ ടെമ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലിങ്ക്ഡ് ലിസ്റ്റിനെ ഇങ്ങനെ ഓരോ നോഡിൽക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് പോകുന്നത്, വിസിറ്റ് ചെയ്ത് പോകുന്നത്. സ്റ്റാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യൂല? ഡിസ്റ്റർബ് ചെയ്യൂല. കാരണം സ്റ്റാർട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ എന്ത് ചെയ്തു? ലിങ്ക്ഡ് ലിസ്റ്റ് മൊത്തം നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ ട്രാവേഴ്സിംഗ് ഓപ്പറേഷൻ.